ഹലോ, ഗുഡ് ഈവനിങ്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് പ്രൈം ടൈമിലേക്ക് സ്വാഗതം. അത്യാവശ്യം മഴയൊക്കെ ചാടിക്കിടന്നാണ് നമ്മളിങ്ങോട്ട് വന്ന്. നാളെയും തീവ്രമായ മഴ ഉണ്ടാകും എന്നാണ് വിവരം. ചില പ്രേക്ഷകരൊക്കെ ഇപ്പോൾ തന്നെ കമൻറ്റ് ബോക്സിൽ ചോദിച്ചിട്ടുണ്ട്, നാളെ അവധി ഉണ്ടാകും. 3 ജില്ലകളിൽ അവധിയുണ്ട്: കണ്ണൂർ, കാസർഗോഡ്, തൃശ്ശൂർ. ഇന്നും തൃശ്ശൂർ ജില്ലയൊക്കെ നല്ല സൂപ്പർ മഴയായിരുന്നു. എറണാകുളത്തും നല്ല മഴയായിരുന്നു. അപ്പോൾ നാളെയും തീവ്രമായ മഴ തുടരും എന്ന് തന്നെയാണ് കാലാവസ്ഥാ കേന്ദ്രം പറയുന്നത്. പല ജില്ലകളിലും നാളെ കടുത്ത മഴ നമുക്ക് പ്രതീക്ഷിക്കാം. പ്രൈം ടൈം ആരംഭിക്കുന്നു. പ്രൈം ടൈം തുടരുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്കെല്ലാം ഒരിക്കൽ കൂടി സ്വാഗതം. കനത്ത മഴയിൽ വലഞ്ഞ് മധ്യകേരളം. മണിക്കൂറുകൾ തുടർച്ചയായി പെയ്ത മഴയിൽ എറണാകുളത്തും തൃശ്ശൂരും ജനജീവിതം ദുസ്സഹമായി എന്നുള്ളതാണ് ശരിയായ കാര്യം. കോഴിക്കോട് ഇരുവഞ്ഞിപ്പുഴയിലും പാലക്കാട് പനയൂരിലും മലവെള്ളപ്പാച്ചിലുണ്ടായി. കോഴിക്കോട് നരിപ്പറ്റ പഞ്ചായത്തിലെ കമ്മായി മലയോരത്ത് ഉരുൾപൊട്ടിയതായി സംശയം ബലപ്പെടുന്നു. ഇന്ന് എറണാകുളം, ഇടുക്കി, തൃശ്ശൂർ, മലപ്പുറം ജില്ലകളിൽ റെഡ് അലർട്ടായിരുന്നു. 8 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുമാണ്. മഴയുടെ വാർത്തയിലേക്ക്. രാത്രിയും രാവിലെയുമായി പെയ്ത ശക്തമായ മഴയിൽ എറണാകുളം ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. നഗരമേഖലയിലുണ്ടായ വെള്ളക്കെട്ടിൽ ഗതാഗതം തടസ്സപ്പെട്ടു. തൃപ്പൂണിത്തുറയ്ക്ക് സമീപം വെള്ളം മൂടിയ തോട്ടിലേക്ക് കാർ വീണു. മണിക്കൂറുകൾ നീണ്ട മഴ തീരാ ദുരിതമാണ് തൃശൂരിൽ സൃഷ്ടിച്ചത്. അശ്വിനി ആശുപത്രിക്ക് സമീപം നിരവധി വീടുകളിൽ വെള്ളം കയറി. പോലീസ് എത്തി ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു. സംസ്ഥാന പാതയിൽ ആറ്റൂർ കമ്പനിപ്പടി പ്രദേശത്ത് മലവെള്ളപ്പാച്ചിലിനെ തുടർന്ന് ഗതാഗതം തടസ്സപ്പെട്ടു. അതിരപ്പള്ളിയിലും വാഴച്ചാലിലും വിനോദസഞ്ചാരികൾക്ക് വിലക്ക് ഏർപ്പെടുത്തി. പാലക്കാട് അട്ടപ്പാടി ചുരത്തിൽ മുക്കാലി, മന്തംപൊട്ടി മേഖലയിൽ മഴവെള്ളത്തോടൊപ്പം കല്ലും മണ്ണും റോഡിലേക്ക് ഒഴുകിയെത്തി ഗതാഗതം തടസ്സപ്പെട്ടു. കോഴിക്കോട് ഇരുവഞ്ഞിപ്പുഴയിലും പാലക്കാട് ഒറ്റപ്പാലം പനയൂരിലും മലവെള്ളപ്പാച്ചിലുണ്ടായി. കോഴിക്കോട് നരിപ്പറ്റ പഞ്ചായത്തിലെ കമ്മായി മലയോരത്ത് ഉരുൾപൊട്ടിയതായി സംശയമുണ്ട്. പാലക്കാട് മണ്ണാർക്കാട് കുന്തിപ്പുഴ പാലത്തിന് സമീപത്ത് നിന്ന് ഒരാളുടെ മൃതദേഹം കണ്ടെത്തി. തമിഴ്നാട് സ്വദേശി ഗഫൂറാണ് മരിച്ചത്. കുളിക്കാനിറങ്ങിയപ്പോൾ ഒഴുക്കിൽപ്പെട്ടെന്നാണ് നിഗമനം. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തെ 3 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സർക്കാർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിൽ സ്കൂളുകൾ, അങ്കണവാടികൾ, മതപഠന സ്ഥാപനങ്ങൾ, ട്യൂഷൻ സെന്ററുകൾ എന്നിവയ്ക്ക് അവധിയാണ്. കാസർഗോഡ് ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നാളെ അവധിയായിരിക്കും. തൃശ്ശൂർ ജില്ലയിലും പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. തൃശ്ശൂരിലെ റെസിഡൻഷ്യൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഈ അവധി ബാധകമല്ല എന്ന് വിവരം ലഭിച്ചിട്ടുണ്ട്. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും ഇൻ്റർവ്യൂകൾക്കും മാറ്റം ഉണ്ടാകില്ല. അതൊക്കെ പതിവ് പോലെ നടക്കും. പരീക്ഷകളും ഇൻ്റർവ്യൂകളും നടക്കും. അപ്പോൾ 3 ജില്ലകൾ കാസർഗോഡ്, കണ്ണൂർ, തൃശ്ശൂർ, ഈ 3 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് നാളെ അവധി. അപ്പോൾ ചില പ്രേക്ഷകരൊക്കെ വയലൻ്റ് ആവുന്നുണ്ട്. അനു എന്ന് പറയുന്ന ഒരു കുട്ടി ചെയ്യാൻ തോന്നുന്നു. ഇടുക്കി കളക്ടറോട് ആരെങ്കിലും ഒന്ന് ചോദിക്കുക, അത് എന്തോ കാണാനിരിക്കുക, ലീവ് തരാതെ എന്ന് ചോദിക്കുന്നു. അപ്പോൾ പല ജില്ലാ കളക്ടർമാരും എന്തിനാ വെറുതെ ഇരിക്കുന്നതൊക്കെ പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട്. പക്ഷേ ഒരു അത്യാഹിതമുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്ന, കടുത്ത മഴ തീവ്രമായി പെയ്യും എന്ന് പ്രതീക്ഷിക്കുന്ന 3 ജില്ലകളിൽ, തൃശ്ശൂർ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ അവധിയായിരിക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊന്ന് വിവരം ലഭിച്ചിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം, നമ്മൾ തന്നെ കാരണക്കാരായത്. സാധാരണ ഈ അവധി വളരെ വൈകി ആ ദിവസം തന്നെ പ്രഖ്യാപിക്കുന്ന ചടങ്ങുണ്ടായിരുന്നു. അത് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഇടപെട്ട്, നമ്മൾ കൂടി പറഞ്ഞപ്പോഴാണ് അദ്ദേഹം ഇടപെട്ട് ഏതെങ്കിലും ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിക്കുന്നുവെങ്കിൽ തലേ ദിവസം തന്നെ വെൽ ഇൻ അഡ്വാൻസ് പ്രഖ്യാപിക്കണം എന്ന് പറഞ്ഞ് സർക്കാർ തീരുമാനമുണ്ടായി. അതിനുശേഷം എവിടെയെങ്കിലും ഇതുപോലുള്ള കാലാവസ്ഥാ പ്രശ്നം ഉണ്ടാകുമ്പോൾ അത്യാഹിതം പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ തലേന്ന് തന്നെ അവധി വരും. അപ്പോൾ നാളെ രാവിലെ നിങ്ങൾ മോർണിംഗ് ഷോയിൽ വന്നിട്ട് അവധി കിട്ടുമോ എന്ന് ചോദിച്ചാൽ വളരെ അസാധാരണമായ സാഹചര്യത്തിൽ മാത്രമേ വൈകി അവധികൾ പ്രഖ്യാപിക്കൂ. അപ്പോൾ ഇനി മറ്റൊരു വാർത്തയിലേക്ക്. പാലക്കാട് വാണിയംകുളം പനയൂരിൽ മലവെള്ളപ്പാച്ചിലുണ്ടായ സ്ഥലത്ത് നിന്ന് 3 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. അപകട സാധ്യത കണക്കിലെടുത്താണ് കുടുംബങ്ങളോട് മാറി താമസിക്കാൻ തഹസീൽദാർ നിർദ്ദേശം നൽകിയതെന്നാണ് നമ്മുടെ ബ്യൂറോ പറയുന്നത്. പാലക്കാട് നിന്ന് സമീർ ബിൻ കരീം തത്സമയം പ്രൈം ടൈമിൽ വരികയാണ്. സമീർ, എന്തൊക്കെയാണ് വിവരങ്ങൾ? പറയൂ.
എസ്കേണ് പാലക്കാട് ഒറ്റപ്പാലത്തിനടുത്ത് വാണിയംകുളം പനയൂരിൽ ഇന്ന് രാവിലെയാണ് മലവെള്ളപ്പാച്ചിലുണ്ടായത്. വലിയ രീതിയിൽ വെള്ളം കുത്തിയൊലിച്ച് ജനവാസ മേഖലയിലേക്ക് എത്തുകയായിരുന്നു. ഇവിടെ 7 കുടുംബങ്ങളാണ് താമസിക്കുന്നത്. ഇതിൽ 3 കുടുംബങ്ങളോടാണ് ഇപ്പോൾ മാറി താമസിക്കാൻ വേണ്ടി തഹസിൽദാർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. രാത്രി സമയങ്ങളിൽ മഴ ശക്തമായി കഴിഞ്ഞാൽ ഏതെങ്കിലും രീതിയിൽ അപകടം ഉണ്ടാകുമോ എന്നുള്ള മുൻകരുതലിന്റെ ഭാഗമായി കൂടിയാണ് ഈ ഒരു നടപടി എന്നുള്ളതാണ് തഹസിൽദാർ വ്യക്തമാക്കിയിട്ടുള്ളത്. 3 കുടുംബങ്ങൾ അവരുടെ ബന്ധുവീടുകളിലേക്കാണ് ഇപ്പോൾ മാറിയിരിക്കുന്നത്. 2 ദിവസത്തിന് ശേഷം മടങ്ങി വരാനാണ് ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇന്ന് രാവിലെ വലിയ ഒരു മലവെള്ളപ്പാച്ചിലാണ് പ്രദേശത്ത് ഉണ്ടായത് എന്നുള്ളതാണ്. ഈ ഭാഗത്തുള്ള ഒരു കുന്നിന് മുകളിൽ നിന്നും മണ്ണും കല്ലും വെള്ളം തന്നെ കുത്തിയൊലിച്ചുകൊണ്ട് വീടിന് സമീപത്തേക്ക് എത്തുകയായിരുന്നു. 3 വീടുകളുടെ മതിലെല്ലാം തന്നെ തകർന്നു പോയി എന്നുള്ളതാണ്. ഇവർക്കാണ് ഇപ്പോൾ മാറി താമസിക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇന്ന് രാത്രിയിൽ നിലവിൽ വലിയ മഴ ഈ ഭാഗത്തില്ല, അതുകൊണ്ട് തന്നെ ഒരു ആശ്വാസകരമായ കാര്യം തന്നെയാണ്. പക്ഷേ രാത്രിയിൽ മഴ ശക്തമായി കഴിഞ്ഞാൽ അപകട സാധ്യത ഉണ്ട് എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം വിലയിരുത്തുന്നത്. താങ്ക് യു സമീർ ബിൻ കരീം. ഇന്ന് ടെലിവിഷനിൽ കണ്ട ഒരു കാഴ്ച 24-ന്റെ സ്ക്രീനിലൊക്കെ നിങ്ങൾ കണ്ടു കാണും, അമ്പരന്ന് കാണും. ഈ ഒരു മല കലങ്ങി വരുന്ന പോലെ എന്ന് പണ്ട് കടമറ്റ രാമകൃഷ്ണൻ പ്രയോഗിച്ചതുപോലെ ഒരു മഹാനദി മല കലങ്ങി വരുന്നത് പോലെ ഫീൽ ചെയ്തു ഇന്ന് ഉത്തരാഖണ്ഡിൽ. മേഘവിസ്ഫോടനമായിരുന്നു. കാരണം മേഘവിസ്ഫോടനത്തിൽ വിറങ്ങലിച്ചു പോയി ഉത്തരാഖണ്ഡ്. ഉത്തരാഖണ്ഡിലെ ഉത്തരകാശിയിൽ ഇരട്ട മേഘവിസ്ഫോടനം ഉണ്ടായി. 4 പേർ മരിച്ചു എന്നാണ് റിപ്പോർട്ട്. 30-ലധികം വീടുകൾ വെള്ളത്തിൽ ഒലിച്ചുപോയി. ദരാലി ഗ്രാമത്തിലാണ് വൻ നാശനഷ്ടമുണ്ടാക്കിയ മേഘവിസ്ഫോടനം നടന്നത്. വിസ്ഫോടനത്തിന് ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നു. ആ ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി. ये तो आयरा लगा था यार। हाँ सुबह गए। अरे ये तो भयंकर स्थिति हो रखी है, पूरा मलबा ही मलबा। हाँ രാജ്യത്തെ ഒന്നടങ്കം ഞെട്ടിച്ച മേഘവിസ്ഫോടനമാണ് ഉത്തരാഖണ്ഡ് ഉത്തരകാശിയിൽ ഉണ്ടായത്. ദരാലിയിലുണ്ടായ മേഘവിസ്ഫോടനത്തിൽ ഗിർഗംഗ നദിയിലെ മിന്നൽ പ്രളയം ഒരു ഗ്രാമത്തെ തന്നെ തുടച്ചു നീക്കി. നിമിഷനേരം കൊണ്ട് വീടുകളും കെട്ടിടങ്ങളും ഇരച്ചെത്തിയ നദിയെടുത്തു. നിരവധി വിനോദസഞ്ചാരികളടക്കം ഈ മേഖലയിലുണ്ടായിരുന്നതായാണ് വിവരം. രക്ഷാപ്രവർത്തനം ആരംഭിച്ചു. സൈന്യവും NDRF, SDRF, ITBP, പ്രാദേശിക ദുരന്ത നിവാരണ സേനകളും രക്ഷാദൌത്യത്തിന്റെ ഭാഗമായുണ്ട്. साथ में हमारी सेना के लोग NDRF, SDRF, आपदा प्रबंधन विभाग लगातार कोशिश कर रहा है कि हमारी सर्वोच्च प्राथमिकता है कि सभी को इस समय राहत की जाए, सभी को बचाया जाए और हर प्रकार से जान माल की सुरक्षा की जाए. വ്യോമമാർഗമുള്ള രക്ഷാപ്രവർത്തനത്തിനായുള്ള നടപടികളും ആരംഭിച്ചതായാണ് വിവരം. നദിയിൽ നിന്നും സുരക്ഷിത അകലത്തേക്ക് മാറണമെന്ന് ജനങ്ങൾക്ക് പ്രാദേശിക ഭരണകൂടം നിർദ്ദേശം നൽകി. പ്രദേശത്ത് ശക്തമായ മഴ തുടരുകയാണ്. ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും സാഹചര്യങ്ങൾ വിലയിരുത്തി. വരും മണിക്കൂറുകളിലെ രക്ഷാപ്രവർത്തന ദൌത്യം നിർണായകമാണ്. ധരാലി ഗ്രാമത്തിനടുത്ത് സുഖി മേഖലയിലും 2ാമത്തെ മേഘവിസ്ഫോടനമുണ്ടായതായി ഉത്തരകാശി ഭരണകൂടം അറിയിച്ചു. 24 ഡൽഹി. ഉത്തരാഖണ്ഡ് മേഘവിസ്ഫോടനത്തിൽ കാണാതായവരിൽ സൈനികരും ഉൾപ്പെട്ടതായി സംശയം. ഹർസിൽ ആർമി ബേസ് ക്യാമ്പിനെ മിന്നൽ പ്രളയം ബാധിച്ചുവെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. ദുരന്തത്തിൽ അകപ്പെട്ട 20ഓളം പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. പറയൂ അച്യുതൻ. രാജ്യത്തെ തന്നെ ഞെട്ടിച്ച ഒരു മേഘവിസ്ഫോടനമാണ് ഉത്തരാഖണ്ഡിലെ ഉത്തരകാശിയിൽ ഉണ്ടായിരിക്കുന്നത്. ഒരു ഗ്രാമത്തെ തന്നെ തുടച്ചു നീക്കുന്ന തരത്തിലേക്ക് ഒരു മിന്നൽ പ്രളയം ഉടലെടുക്കുകയും നിരവധി പേരെ കാണാതാവുകയും നിരവധി വീടുകൾ ഒഴുക്കിൽപ്പെട്ട് പോകുന്ന ഒരു സാഹചര്യവുമുണ്ടായി. ഇതിന് പിന്നാലെയാണ് ഈ ഒഴുക്കിൽപ്പെട്ട് കാണാതെയായവരിൽ സൈനികരുള്ളതായും ചില സംശയം ഇപ്പോൾ ഉയരുന്നത്. കാരണം ഇതിലെ ഈ നിലവിൽ മിന്നൽ പ്രളയം ഉണ്ടായിരിക്കുന്ന മേഖലയിൽ, അതായത് ഹർസിൽ, അവിടെ ഒരു ആർമി ബേസ് ക്യാമ്പ് ഉണ്ടായിരുന്നതായി
ഉണ്ടായിരുന്നതായുള്ള വിവരമാണ് ലഭിക്കുന്നത്. അവിടെ സൈനികർ ഉണ്ടായിരുന്നതായും അവരെ കാണാതെയായിട്ടുണ്ട് എന്നൊരു വിവരമാണ് ലഭിക്കുന്നത്. ആർമിയുടെ 14 രജ്പുത്താന റൈഫിൾസ് ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അവരുടെ മെസ്സിനെയും അതുപോലെ അവരുടെ കഫേയും ഈ മിന്നൽ പ്രളയം ബാധിച്ചിട്ടുണ്ട് എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട ആർമിയുടെ ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. എന്തായാലും വരും മണിക്കൂറിൽ അത്തരം സ്ഥിരീകരണങ്ങൾ ആ റിപ്പോർട്ടുകൾ ശരിയായിരുന്നോ അല്ലയോ എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. രണ്ടാമത്തെ മേഘവിസ്ഫോടനമാണ് ഈ ആർമി ബേസ് ക്യാമ്പിനെ ബാധിച്ചിരിക്കുന്നത് എന്നാണ് പുറത്തു വരുന്ന വിവരം. നിലവിൽ ഇരട്ട മേഘവിസ്ഫോടനമാണ് ഉത്തരകാശിയിൽ ഉണ്ടായിരിക്കുന്നത്. അതിൽ ആദ്യ മേഘവിസ്ഫോടനത്തിൽ ദരാലി എന്ന് പറയുന്ന ഗ്രാമം അത് അവിടെ പൂർണ്ണമായ അല്ലെങ്കിൽ വൻ നാശനഷ്ടം ഉണ്ടാക്കുന്ന തരത്തിലേക്കാണ് ഈ ഖിർഗംഗ എന്ന് പറയുന്ന നദി അതിലെ ജലപ്രവാഹം ഇരച്ചെത്തിയത്. അതിനുശേഷം ഈ വീടുകൾ തകരുന്നതും അതുപോലെ തന്നെ വിനോദസഞ്ചാരികൾ അടക്കം തങ്ങിയിരുന്ന ടൂറിസ്റ്റ് ഹോമുകളും ഈ ഒലിച്ചുപോയതിൽ പെടുന്നുണ്ട് എന്നതാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ഒപ്പം തന്നെ നിലവിൽ പ്രാദേശിക ഭരണകൂടവുമായി ചേർന്നുകൊണ്ട് തന്നെ ഇവിടെ ഉണ്ടായിരുന്ന വീടുകളുടെയും കൃത്യമായ ആളുകളുടെയും ഒക്കെ എണ്ണം അത് ശേഖരിക്കുന്ന നടപടികളിലേക്ക് കൂടി ഇപ്പോൾ കടന്നിരിക്കുന്നു. കാരണം അടുത്തടുത്ത് വീടുകളായിരുന്നു ഉണ്ടായിരുന്നത്. ഒപ്പം തന്നെ ഈ മഴയെ തുടർന്ന് അവധി പ്രഖ്യാപിച്ചിരുന്നതിനാൽ തന്നെ ഈ വീട്ടിനുള്ളിൽ തന്നെ ഒട്ടുമിക്ക എല്ലാവരും ഉണ്ടായിരുന്നതായുള്ള വിലയിരുത്തൽ കൂടിയുണ്ട്. എന്തായാലും മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിയുടെ നേതൃത്വത്തിൽ ഒരു അടിയന്തര യോഗം ചേർന്നിരുന്നു. നിലവിലെ രക്ഷാപ്രവർത്തന സാഹചര്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ടാണ് ആ യോഗം ചേർന്നത്. രക്ഷാപ്രവർത്തനം സൈന്യത്തിന്റെയും NDRFന്റെയും SDRFന്റെയും ഒക്കെ നേതൃത്വത്തിലാണ് നിലവിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. 20-ലധികം പേരെ രക്ഷപ്പെടുത്തിയതായുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. എന്നാൽ കൃത്യമായി എത്ര പേരെ കാണാതെയായി എന്നുള്ള കാര്യത്തിൽ ഒരു കൃത്യതയിലേക്ക് എത്താൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. അതിന് കാരണം ഈ മേഖലയിലാകെ ഈ നാശനഷ്ടം ഉണ്ടാക്കിക്കൊണ്ട് തുടച്ചു നീക്കുന്ന ഒരു തരത്തിലേക്കാണ് ഈ മേഘവിസ്ഫോടനവും അതിനെ തുടർന്ന് ഉണ്ടായ മിന്നൽ പ്രളയവും. അതുകൊണ്ട് തന്നെ കൃത്യമായ കണക്കുകൾ ഇപ്പോൾ പരിശോധിച്ചു വരികയാണ് ഈ പ്രാദേശിക ഭരണകൂടത്തിന്റെ സഹായത്തോടെ. എന്തായാലും വരുന്ന മണിക്കൂറുകളിൽ കാണാതെയായവരുടെ ഒരു കൃത്യമായ ഒരു എണ്ണം അത് സർക്കാർ പുറത്തുവിടും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 4 മരണമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഒപ്പം തന്നെ രക്ഷാപ്രവർത്തനം അത് ഊർജിതമായി തന്നെ പുരോഗമിക്കുകയാണ്. SK അച്യുതനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും പേടിപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ്. പല പ്രേക്ഷകരും ഇത് കണ്ട് തളർന്നുപോയി. ആദ്യമായിട്ട് കാണുന്നവർക്കൊക്കെ സഹിക്കാൻ കഴിയാത്ത രീതി. നമ്മളൊക്കെ ഈ ദൃശ്യം 2-3 തവണ കണ്ടതുകൊണ്ട് നമുക്ക് പിടിച്ചു നിൽക്കാം. ആ സിംഗപ്പൂരിലെ ആശയൊക്കെ സിംഗപ്പൂരിലിരുന്ന് തളർന്നുപോയി എന്നുള്ളതാണ് സത്യം. മിനി ബാബു പറയുന്നത് ഇത്രയൊക്കെ ഉള്ളൂ ജീവിതം, ഒരു നിശ്ചയമില്ല ഒന്നിനും, എന്തും വരും ഓരോ ദിശ വന്ന പോലെ പോവും. അപ്പോൾ നമുക്കിനി ആലപ്പുഴയിലേക്കാണ്. ചേർത്തലയിലെ തിരോധാന കേസുകളിൽ ചുരുളഴിക്കാൻ ക്രൈംബ്രാഞ്ചിൻ്റെ നീക്കം. നാളെ ലഭിക്കുന്ന DNA പരിശോധനാ ഫലം നിർണായകമാകുമെന്ന് സൂചന. ചോദ്യം ചെയ്യലിനോട് പ്രതികരിക്കാതെയും പരസ്പര വിരുദ്ധമായ മറുപടികൾ പറഞ്ഞും അന്വേഷണ സംഘത്തെ അക്ഷരാർത്ഥത്തിൽ വട്ടം ചുറ്റിക്കുകയാണ് നമ്മുടെ മുഖ്യപ്രതി സെബാസ്റ്റ്യൻ്റെ ഭാര്യയെ ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലാണ് അന്വേഷണ സംഘം. കോട്ടയത്തെ ജൈനമ്മ കൊലപാതക കേസിൽ 7 ദിവസത്തെ കസ്റ്റഡിയിലാണ് സെബാസ്റ്റ്യൻ. കസ്റ്റഡി കാലാവധി അവസാനിക്കാൻ ഇനി 2 ദിവസം മാത്രം. സെബാസ്റ്റ്യന്റെ പള്ളിപ്പുറത്തെ വീട്ടിൽ ഇന്നലെയും കഴിഞ്ഞ മാസം 27-നും നടത്തിയ തെരച്ചിലിൽ അസ്ഥിഭാഗങ്ങൾ മാത്രമാണ് കണ്ടെത്തിയത്. നാളെ വരാനിരിക്കുന്ന DNA ഫലം അന്വേഷണത്തിൽ നിർണായകമാകും. ഒപ്പം പ്രദേശത്ത് നിന്ന് ശേഖരിച്ച മണ്ണിന്റെയും ജലത്തിന്റെയും പരിശോധനാ ഫലം കൂടി വരാനുണ്ട്. അത് നമ്മുടെ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണം ചെയ്യുന്നുണ്ട്. ഇതിലേക്ക് നമ്മളതിന് ആവശ്യമുള്ള സയന്റിഫിക് എവിഡൻസ് എല്ലാം കളക്ട് ചെയ്തിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. സമഗ്രമായിട്ട് നമ്മൾ നോക്കുന്നതാണ് അവിടത്തേക്ക് എല്ലാ അവിടുത്തെ മിസ്സിംഗ് കേസസ് ഇത് അതിന്റെ ഭാഗമായിട്ട് നമ്മൾ എടുത്തിട്ട് ഇത് അന്വേഷണം ചെയ്യുന്നതാണ്. ഇന്നലെ തലങ്ങും വിലങ്ങും ചോദ്യം ചെയ്തിട്ടും സെബാസ്റ്റ്യൻ ഒന്നും വിട്ടുപറഞ്ഞിട്ടില്ല. ചോദ്യങ്ങൾക്ക് മൗനവും ചിരിയും മറുപടി. ഇന്ന് കോട്ടയം ക്രൈംബ്രാഞ്ച് ഓഫീസിൽ സെബാസ്റ്റ്യനെ ചോദ്യം ചെയ്തപ്പോഴും മാറ്റമില്ല. വിദഗ്ധരുടെ നേതൃത്വത്തിൽ ശാസ്ത്രീയമായി ചോദ്യം ചെയ്യാനാണ് ക്രൈംബ്രാഞ്ച് നീക്കം. ഇതിനു മുന്നോടിയായി സെബാസ്റ്റ്യന്റെ ഭാര്യയുടെ മൊഴി രേഖപ്പെടുത്തും. ഇതിനുശേഷം ഇരുവരെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്തേക്കും. 2024-ൽ കാണാതായ ജൈനമ്മ കേസിൽ മാത്രമാണ് സെബാസ്റ്റ്യനെതിരെ ശക്തമായ തെളിവുള്ളൂ. എന്നാൽ മൃതദേഹം എവിടെയെന്ന ചോദ്യം ബാക്കി. കൂടുതൽ ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ച ശേഷം ബിന്ദു, ഐഷ തിരോധാന കേസുകളിലും സെബാസ്റ്റ്യനെ കസ്റ്റഡിയിൽ വാങ്ങാനാണ് നീക്കം. 24 ആലപ്പുഴ. ഒരു പ്രേക്ഷകന്റെ ചോദ്യം എന്നെ അത്ഭുതപ്പെടുത്തുന്നു. അതായത് ഈ നമ്മുടെ മേഘവിസ്ഫോടനത്തിൻ്റെ അത് പൊട്ടി വരുന്നൊരു വരവുണ്ടല്ലോ, അത് പ്രൊഫഷണൽ ക്ലിപ്പ് കൊടുക്കേണ്ടായിരുന്നു എന്നുള്ളൊരു അഭിപ്രായമുണ്ട്. എന്താ പറയുക. ചേർത്തലയിലെ ദുരൂഹ തിരോധാന കേസുകളിൽ 24-നോട് പ്രതികരിച്ചു സെബാസ്റ്റ്യൻ്റെ ഭാര്യ. ബിന്ദു പത്മനാഭൻ്റെ പേര് മാത്രമേ എനിക്ക് അറിയൂ. ബാക്കിയുള്ളവരുടെ പേരുകൾ സെബാസ്റ്റ്യൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. സെബാസ്റ്റ്യനെ കുറിച്ച് കേൾക്കുന്ന വിവരങ്ങൾ വിശ്വസിക്കാൻ കഴിയുന്നില്ലെന്നാണ് ഭാര്യ പറയുന്നത്. 24 എക്സ്ക്ലൂസീവ്.
ഭാര്യയുടെ പ്രതികരണം ആദ്യം ഒന്ന് ബിന്ദുവിന്റെ പേര് ഞാൻ കേട്ടിട്ടുണ്ട്. കല്യാണം കഴിച്ച് ചെല്ലുമ്പോൾ ഇങ്ങനെ ഈ എറണാകുളത്ത് ബിന്ദുവിനോട് മേടിച്ച ഒരു വസ്തുവാണെന്നാണ് എന്നോട് പറഞ്ഞു തന്നത്. പിന്നെ ഈ കേസ് വന്നപ്പോൾ നമ്മൾ ബിന്ദു പത്മനാഭന്റെ ഇത് എല്ലാം നമുക്ക് കേൾക്കാൻ പറ്റി. അതല്ലാതെ ബാക്കിയുള്ള പേരുകളൊന്നും സെബാസ്റ്റ്യൻ പറയുകയോ കേൾക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ചേച്ചി? ഇല്ല, സെബാസ്റ്റ്യൻ ഒരു സാധുവായിട്ടുള്ള ഒരു വ്യക്തിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നോട് അങ്ങനെയായിരുന്നു ഇത്രയും കാലം. ഇനി പിന്നീടുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല. ഇത്ര കാലവും കൂടെ ജീവിച്ചിട്ടും സെബാസ്റ്റ്യനെ കുറിച്ച് മറ്റൊന്നും അറിയില്ലെന്നാണ് അദ്ദേഹത്തിൻ്റെ സെബാസ്റ്റ്യൻ്റെ പത്നി പറയുന്നത്. റാഫി കരീം ആലപ്പുഴയിൽ നിന്ന് ചേരുന്നു. റാഫി, നമുക്കിത് വിശ്വസനീയമാണോ? ഇത്ര കാലവും താമസിച്ചിട്ട് കാര്യം ഇദ്ദേഹം ഒരു സൈക്കോപാത്താണോ, മാനസിക പ്രശ്നങ്ങളുള്ള ആളാണോ, ഇദ്ദേഹം ഒരു സീരിയൽ കില്ലറാണോ എന്നൊക്കെ നാനാവിധമായ സംശയങ്ങൾ ക്രൈംബ്രാഞ്ച് ഉന്നയിക്കുന്ന ഒരു വേളയിൽ ധർമ്മപത്നി പറയുന്നത് നമുക്ക് വിശ്വസനീയമാണോ? ആ പത്നിക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അതായത് സെബാസ്റ്റ്യന്റെ ഭാര്യയ്ക്ക് സെബാസ്റ്റ്യനെ കുറിച്ച് അറിയാവുന്ന കാര്യങ്ങളെന്നാണ് നമ്മളോട് ആ സ്ത്രീ പറഞ്ഞത്. ആ വിവരങ്ങളാണ് ഇപ്പോൾ നമ്മൾ കൊടുത്തതും. അതിൽ പ്രധാനപ്പെട്ടത് കുടുംബത്തിൽ സെബാസ്റ്റ്യൻ എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യമാണ്. ഒപ്പം തന്നെ സെബാസ്റ്റ്യനും ഈ ബിന്ദുവും തമ്മിലുള്ള കാര്യം മാത്രമാണ് ഈ സ്ത്രീക്ക് അറിയാവുന്നത്. അതിനെക്കുറിച്ച് മാത്രമാണ് സെബാസ്റ്റ്യൻ പറഞ്ഞത് എന്നുമാണ് ഈ സ്ത്രീ നമ്മളോട് പറയുന്നത്. മറ്റു കാര്യങ്ങളൊന്നും തന്നെ അറിയില്ല എന്നാണ് പറഞ്ഞു വെക്കുന്നത്. പിന്നീട് സെബാസ്റ്റ്യന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചുമാണ് പറയുന്നത്. അതല്ലാതെ മറ്റു വിവരങ്ങളൊന്നും അറിയില്ല എന്നുകൂടി പറഞ്ഞു വെക്കുന്നു. എന്തായാലും ഈ കേസിൽ ഏറെ നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക്, അതായത് സെബാസ്റ്റ്യന്റെ ഭാര്യയിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കാൻ അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നു. സെബാസ്റ്റ്യന്റെ ഭാര്യയെ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുക എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. അത് അടുത്ത ദിവസം തന്നെ അന്വേഷണ സംഘം ചെയ്യുകയും ചെയ്യും. സെബാസ്റ്റ്യനോട് ഒപ്പം ഇരുത്തിയും സെബാസ്റ്റ്യന്റെ ഭാര്യയിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുക, സെബാസ്റ്റ്യനിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുക, ഇതിലേക്കും അന്വേഷണ സംഘം കടക്കും. കാരണം അന്വേഷണ സംഘത്തിന് 7-ാം തീയതി വരെയാണ് സെബാസ്റ്റ്യനെ കസ്റ്റഡിയിൽ ലഭിച്ചിരിക്കുന്നത്. അതിനുള്ളിൽ വേണം ഇത്തരം വിവരങ്ങളെല്ലാം തന്നെ അന്വേഷണ സംഘത്തിന് ശേഖരിക്കാൻ. കാരണം ഇതുവരെയുമുള്ള ചോദ്യം ചെയ്യലിൽ ഒരു വിവരവും സെബാസ്റ്റ്യനിൽ നിന്ന് അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടില്ല. ഇതുവരെ അന്വേഷണ സംഘത്തിന് ലഭിച്ച വിവരങ്ങളൊന്നും ഈ അന്വേഷണത്തെ സഹായിക്കുന്നതുമല്ല. അതുകൊണ്ട് തന്നെ നിർണായകമായ വിവരങ്ങൾ ഇനിയെങ്കിലും സെബാസ്റ്റ്യനിൽ നിന്ന് ശേഖരിക്കേണ്ടത് അന്വേഷണ സംഘത്തിന് അത്യാവശ്യമാണ്. കാരണം സെബാസ്റ്റ്യന്റെ പള്ളിപ്പുറത്തെ വീടിന്റെ പരിസരത്ത് നിന്ന് കണ്ടെത്തിയ അസ്ഥിഭാഗങ്ങൾ അത് ആരുടേതാണ് എന്നുള്ളത് ശാസ്ത്രീയ പരിശോധനയിലൂടെ കണ്ടെത്തേണ്ടതുണ്ട്. നിലവിൽ ജൈനമ്മയുടെ ആണോ എന്നുള്ള പരിശോധനയാണ് കോട്ടയം ക്രൈംബ്രാഞ്ച് നടത്തുന്നത്. കാരണം കോട്ടയം ജില്ലയിൽ നിലവിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസ് ജൈനമ്മയുടെ തിരോധാനമാണ്. അതിൽ ജൈനമ്മയുടെ തിരോധാനം കൊലപാതകമാണ് എന്നുള്ളത് കോട്ടയം ക്രൈംബ്രാഞ്ച് സംഘം ഇതിനോടകം തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ കേസിലാണ് സെബാസ്റ്റ്യനെ ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെടുത്തുന്ന തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കരീമാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ അരുൺ പാറക്കൽ കാസർഗോഡ് നിന്ന് ഒരു വിവരം അറിയിക്കുന്നു. കാസർഗോഡ് റാണിപുരത്തേക്ക് നാളെയുള്ള പ്രവേശനമൊക്കെ വിലക്കിയിട്ടുണ്ട്. റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ റാണിപുരത്തേക്ക് നാളെ ആരെയും പ്രവേശിപ്പിക്കില്ല. വിനോദസഞ്ചാരികൾക്ക് ട്രക്കിങ്ങും അനുവദിക്കില്ലെന്ന് കാസർഗോഡ് ജില്ലാ കളക്ടർ അറിയിക്കുന്നു. നമ്മുടെ അജിത്ത് പറയുന്നു, ഉത്തരാഖണ്ഡിലെ മേഘവിസ്ഫോടനം കണ്ടപ്പോൾ എൻ്റെ പ്രഷർ വല്ലാതെ കൂടി, പ്രകൃതി കല്ലുതുള്ളിയാണ് ഭഗവാനെ എന്നറിയാതെ വിളിച്ചുപോയി എന്ന് പറയുന്നു അജിത്ത്. അജിത്തിന് മാത്രമല്ല, ഇത് കണ്ട പല പ്രേക്ഷകർക്കും പ്രഷർ കൂടി, നമുക്കും കൂടി. മുൻ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിനെ തുടർന്ന് കർണാടകയിലെ ധർമ്മസ്ഥലയിൽ ഇന്ന് നടത്തിയ തെരച്ചിലിൽ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. 11-12 സ്പോട്ടുകളിലാണ് ഇന്ന് പരിശോധന നടന്നത്. ഇതിനിടെ ഇന്നലെ കണ്ടെത്തിയ അസ്ഥികൂടവുമായി ബന്ധപ്പെട്ട അന്വേഷണം ആര് നടത്തും എന്നതിൽ ഇപ്പോഴും ആശയക്കുഴപ്പം. മണ്ണുമാറ്റി പരിശോധനയുടെ 7-ാം ദിനം ആരംഭിച്ചത് സ്പോട്ട് 11-ൽ നിന്ന്. ആദ്യം തൊഴിലാളികൾ കുഴിച്ചു പരിശോധന നടത്തി. പിന്നീട് മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് ആഴത്തിൽ പരിശോധിച്ചു. ഉച്ചയോടെ 11-ാം സ്പോട്ട് മൂടി 12-ാം സ്പോട്ടിലേക്ക്. കനത്ത മഴയ്ക്കിടയിലായിരുന്നു പരിശോധന. 2 നിന്നും ഒന്നും ലഭിച്ചിട്ടില്ല. അതിനിടെ ഇന്നലെ കണ്ടെത്തിയത് തലയോട്ടിയുടെ ഭാഗവും എല്ലുകളുമാണെന്ന് വ്യക്തമായി. 50-നും 100-നും ഇടയിൽ എല്ലുകൾ ലഭിച്ചതായാണ് വിവരം. ഇത് ഒന്നിലധികം പേരുടേതാകാനാണ് സാധ്യത. അധികം പഴക്കമില്ലാത്ത അസ്ഥികൂടവും ലഭിച്ചിരുന്നു. ശുചീകരണ തൊഴിലാളി മൊഴി നൽകിയ കാലയളവിൽ മരിച്ചയാളുടെ അസ്ഥികൂടമല്ലാത്തതിനാൽ ഇത് ആരന്വേഷിക്കും എന്നതിൽ ആശയക്കുഴപ്പമുണ്ട്. സാക്ഷിയുടെ മൊഴി പ്രകാരമുള്ള ഒരൊറ്റ സ്പോട്ടിലെ പരിശോധന മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. സ്നാനഘട്ടത്തിന് വലതുവശത്തുള്ള 13-ാം നമ്പർ സ്പോട്ട്. ഇവിടുത്തെ പരിശോധന കൂടി കഴിഞ്ഞാൽ ആദ്യഘട്ട പരിശോധന പൂർത്തിയാകും. ക്യാമറമാൻ രജീഷ് കരുവള്ളൂരിനൊപ്പം മുഹമ്മദ് റഹീസ്, 24 ധർമ്മസ്ഥല.
എറണാകുളം ആലുവയിൽ വയോധികനെ ഇടിച്ചിട്ട ശേഷം പിക്കപ്പ് വാൻ നിർത്താതെ പോയ അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ 24 ലഭിച്ചു. അപകടത്തിൽ ആലുവ സ്വദേശി ബേബി ജോർജ് മരിച്ചു. പരിക്കേറ്റ ബേബി ജോർജ് ഏറെ നേരം റോഡിൽ തന്നെ കിടന്നു. വാഹനം കണ്ടെത്താൻ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അമൽ സുരേന്ദ്രൻ വിവരങ്ങൾ അയച്ചിരുന്നു. അമൽ, ഈ വണ്ടി കണ്ടെത്താൻ കഴിഞ്ഞോ? വണ്ടിയും ഡ്രൈവറും രക്ഷപ്പെട്ടെന്നാണോ മനസ്സിലാവുന്നത്? SKN അതീവ ക്രൂരമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ് ഈ CCTV ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്ന് രാവിലെ 5:22 നടക്കാനിറങ്ങിയ ബേബി ജോർജിനാണ് ഇത്തരത്തിൽ ദാരുണമായ ഒരു അപകടം ഉണ്ടായത്. പിക്കപ്പ് വാൻ, പിന്നിൽ നിന്ന് വന്ന പിക്കപ്പ് വാൻ ഇദ്ദേഹത്തെ ഇടിച്ച് തെറിപ്പിച്ചതിന് ശേഷം ആ ശരീരത്തിൽ കൂടി പിക്കപ്പ് വാൻ കയറി ഇറങ്ങുന്ന കാഴ്ചകളാണ് ഈ CCTV ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ സമയത്ത് ഒരു പക്ഷേ ഇദ്ദേഹത്തെ അവിടെ നിന്ന് എടുക്കുവാനും ആശുപത്രിയിലേക്ക് മാറ്റുവാനും സാധിച്ചിരുന്നുവെങ്കിൽ ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കുവാനുള്ള സാഹചര്യം ഉണ്ടാകുമായിരുന്നു. എന്നാൽ ഈ ഒരു അപകടം നടന്നതിന് ശേഷം ഏറെ നേരം ഈ വഴിയിൽ തന്നെ ഇദ്ദേഹം കിടക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. പിന്നീട് നാട്ടുകാരെല്ലാം ആ ഒരു പരിസരത്തേക്ക് വരുന്ന പുലർച്ചെ സമയത്താണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. നാട്ടുകാരെല്ലാം അവിടേക്ക് എത്തിയതിനു ശേഷം മാത്രമാണ് ഇദ്ദേഹത്തെ ആശുപത്രിയിലേക്ക്, അതായത് ആലുവയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റാൻ സാധിച്ചത്. തുടർന്ന് ഇന്ന് ഉച്ചയ്ക്ക് 1:30 ഇദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഏതായാലും ഈ ഒരു പിക്കപ്പ് വാനിന്റെ അല്ലെങ്കിൽ അത് ഓടിച്ചിരുന്ന ആളുടെ ഭാഗത്തു നിന്നുണ്ടായ അനാസ്ഥ അല്ലെങ്കിൽ ക്രൂരമായ കൃത്യം അതീവ ഗൗരവത്തോടു കൂടി തന്നെയാണ് പോലീസ് എടുത്തിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് പരിസര പ്രദേശങ്ങളില്ല മറ്റ് CCTV ദൃശ്യങ്ങൾ കൂടി പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഈ പിക്കപ്പ് വാൻ ഓടിച്ചിരുന്നത് ആരാണ്, ഇയാൾക്ക് വേണ്ടിയിട്ടുള്ള ഊർജിതമായ അന്വേഷണം തന്നെയാണ് ഇപ്പോൾ നടത്തുന്നത്. SKN മറ്റു ചില വാർത്തകൾ വിശദമായി. കണ്ണൂരിൽ ADM ആയിരുന്ന നവീൻ ബാബുവിന്റെ മരണത്തിൽ തുടരന്വേഷണം ആവശ്യപ്പെട്ട് ഹർജിയുമായി ഭാര്യ മഞ്ജുഷ കോടതിയിലെത്തി. കണ്ണൂരിലെ വിചാരണ കോടതിയിലാണ് ഈ ഹർജി കൊടുത്തിരിക്കുന്നത്. SIT അന്വേഷണത്തിലെ പിഴവുകൾ ചൂണ്ടിക്കാണിച്ചാണ് ഹർജി. കുടുംബം പറഞ്ഞ കാര്യങ്ങളൊന്നും അന്വേഷിച്ചില്ലെന്ന് നവീൻ ബാബുവിന്റെ സഹോദരൻ അഡ്വക്കേറ്റ് പ്രവീൺ ബാബു കുറ്റപ്പെടുത്തി. നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കുടുംബം നേരത്തെ ഉന്നയിച്ച ആരോപണങ്ങൾ അതേപടി അക്കമിട്ട് നിരത്തുകയാണ് ഹർജിയിൽ. പ്രത്യേക അന്വേഷണ സംഘത്തിനെതിരെ ഗുരുതര ആരോപണമാണ് ഹർജിയിലുള്ളത്. അന്വേഷണ സംഘം കൃത്യമായി തെളിവ് ശേഖരിച്ചില്ല. കുറ്റപത്രം തയ്യാറാക്കിയത് പ്രതിക്ക് അനുകൂലമായാണ്. ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ ഗീതയുടെ അന്വേഷണ റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയില്ല. പ്രതിക്ക് രക്ഷപ്പെടാനുള്ള ഒട്ടേറെ പഴുതുകൾ കുറ്റപത്രത്തിലുണ്ട്. പ്രതിയുടെ പക്ഷം പിടിച്ചാണ് ഇത് തയ്യാറാക്കിയത്. CCTV ദൃശ്യങ്ങൾ വ്യക്തമല്ല. പ്രശാന്ത് മറ്റൊരാളുടെ ബിനാമിയാണ്. അതിനെക്കുറിച്ച് പോലീസ് അന്വേഷണം നടത്തിയില്ല. ഇങ്ങനെ പോകുന്നു ആരോപണങ്ങൾ. അന്വേഷണം പ്രോപ്പറായ രീതിയിലല്ല പോയതെന്ന് ഞങ്ങൾ തുടക്കം തൊട്ട് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ അന്വേഷണം ഫൈനൽ റിപ്പോർട്ട് ആവുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ CBI ഇൻവെസ്റ്റിഗേഷൻ ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയിൽ പോകുന്നത്. അപ്പോൾ എന്തൊക്കെ ഇവർ അന്വേഷിക്കുന്നില്ല, ഇവരുടെ അന്വേഷണം പോകുന്ന രീതി കണ്ടുകൊണ്ട് ഞങ്ങൾ എടുത്തു പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ആ കാര്യങ്ങളിലോട്ടൊന്നും കടന്നൊരു വിധി വന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ വീണ്ടും ഇതേ അന്വേഷണ സംഘം തന്നെ ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ കൂടി അന്വേഷിക്കണമെന്ന് പറഞ്ഞിപ്പോൾ റീ ഇൻവെസ്റ്റിഗേഷൻ കൊടുക്കുന്നത്. കേസ് ഈ മാസം 16 വീണ്ടും കോടതി പരിഗണിക്കും. 24 കണ്ണൂർ. അതിർത്തിയിൽ വെടിനിർത്തൽ കരാർ ലംഘനവുമായി പാകിസ്ഥാൻ. അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നു. അച്യുതൻ, എപ്പോഴാണ് നമുക്ക് ഈ വിവരം ലഭിച്ചത്? ജമ്മുകാശ്മീരിലെ പൂഞ്ചിലും പാക് പ്രകോപനം ഉണ്ടെന്നാണല്ലോ വിലയിരുത്തൽ. നിലവിൽ ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഈ വെടിനിർത്തൽ കരാർ ലംഘനം പാകിസ്ഥാൻ സൈന്യം നടത്തി എന്നുള്ള ഒരു വിവരമാണ് ലഭിക്കുന്നത്. ജമ്മു കാശ്മീരിൽ പൂഞ്ചിലാണ് ഈ പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഒരു പ്രകോപനം ഉണ്ടായിരിക്കുന്നത്. മാൻകോട്ട് സെക്ടറിലെ LOCക്ക് സമീപം പാകിസ്ഥാൻ സൈന്യം യാതൊരു പ്രകോപനം കൂടാതെ വെടിയുതിർക്കുകയായിരുന്നു. നിലവിൽ പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരമൊരു പ്രകോപനം ഉണ്ടായതോടുകൂടി ഇന്ത്യൻ സൈന്യം ശക്തമായ മറുപടി നൽകി എന്നതാണ് ലഭിക്കുന്ന വിവരങ്ങൾ. അതായത് ഈ LOCക്ക് സമീപം ശക്തമായ വെടിയൊച്ചകൾ അവിടുത്തെ പരിസരവാസികൾ കേട്ടതായുള്ള വിവരങ്ങൾ കൂടി ലഭിക്കുന്നുണ്ട്. തൊട്ടു പിന്നാലെയാണ് ഇന്ത്യൻ സൈന്യം ഇതിന് കൃത്യമായ മറുപടി നൽകിയത്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ ശേഷം, അതായത് ഓപ്പറേഷൻ സിന്ദൂർ, അതിൽ പാക് പ്രകോപനത്തിന് ശേഷം പാകിസ്ഥാൻ DGMയുടെ ആവശ്യപ്രകാരമായിരുന്നു വെടിനിർത്തൽ എന്ന് പറയുന്ന ഒരു ധാരണയിലേക്ക് ഇന്ത്യയും പാകിസ്ഥാനും എത്തുന്നത്. അതിനുശേഷം നിലവിൽ ഈ വെടിനിർത്തൽ ധാരണ ഇരു രാജ്യങ്ങൾക്ക് ഇടയിൽ ഉണ്ടായിരുന്നു. എന്തായാലും ഇന്ന് ഈ ആർട്ടിക്കിൾ 370 വാർഷിക ദിവസമായ ഇന്നായിരുന്നു ഇത്തരത്തിൽ പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രകോപനം ഇപ്പോൾ ജമ്മു കാശ്മീരിലെ LOCക്ക് സമീപം ഉണ്ടായിരിക്കുന്നത്. നിലവിൽ ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഇന്ത്യൻ സൈന്യം ഇതിന് ശക്തമായ മറുപടി നൽകി എന്നാണ് ലഭിക്കുന്ന വിവരം. SKN അച്യുതൻ, നമ്മുടെ ഈ ലൈൻ ഓഫ് LOCക്ക് സമീപമാണല്ലോ ഈ വെടിവയ്പ് ഉണ്ടായത്. അത് ശരിക്കും ഈ നമ്മുടെ ഈ കാശ്മീരിലെ പ്രശ്നവുമായി ഇതിന് ബന്ധമുണ്ടോ?
SK, ഈ ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് ഈ പാകിസ്ഥാൻ പ്രകോപനം ഉണ്ടാവുകയും തുടർന്നായിരുന്നു ഈ ഒരു വെടിനിർത്തൽ ധാരണയിലേക്ക് എത്തിയത്. അതിനുശേഷം ഈ LOCക്ക് സമീപമായിരുന്നാലും ഈ ഇരു രാജ്യങ്ങൾ തമ്മിൽ ഒരു വെടിനിർത്തൽ ധാരണ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഈ യാതൊരു പ്രകോപനവും കൂടാതെ പാകിസ്ഥാൻ സൈന്യം ഈ പൂഞ്ചിലെ LOCക്ക് സമീപം ഈ വെടിയുതിർക്കുകയായിരുന്നു എന്നാണ് ഈ പരിസരവാസികൾ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. അവർ പറയുന്നത് വലിയ വെടിയുച്ചകൾ ഈ ഭാഗത്ത് കേട്ടു എന്നതാണ്. തുടർന്ന് ഇന്ത്യൻ സൈന്യം കൃത്യമായ മറുപടി തിരിച്ച് പാകിസ്ഥാൻ സൈന്യത്തിന് നൽകി. നിലവിൽ സ്ഥിതിഗതികൾ സാധാരണഗതിയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നതാണ് ലഭിക്കുന്ന വിവരങ്ങൾ. പക്ഷേ അതേസമയത്ത് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത് തുടർച്ചയായ ഒരു ലംഘനമാണ് ഉണ്ടായിരിക്കുന്നത്. ഈ വെടിനിർത്തൽ ധാരണയിലേക്ക് എത്തിയ ദിവസം പോലും പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഭാഗത്തു നിന്ന് പ്രകോപനം ഇന്ത്യയുടെ നിയന്ത്രണ രേഖകളിൽ ഉണ്ടായിരുന്നു. അതിനുശേഷം പാകിസ്ഥാൻ ഒന്നടങ്ങിയെങ്കിലും ഇന്ന് വീണ്ടും ഈ പൂഞ്ചിലെ LOCക്ക് സമീപം പാകിസ്ഥാൻ ഇത്തരത്തിൽ വെടിനിർത്തൽ ലംഘനം നടത്തിക്കൊണ്ട് വെടിവെക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. SK വിവരങ്ങൾ നൽകിയത്. ജമ്മു കാശ്മീരിലെ പൂഞ്ചിൽ പാകിസ്ഥാൻ പ്രകോപനം, മാൻകോട്ട് സെക്ടറിൽ LOCക്ക് സമീപം പാക് സൈന്യം വെടിയുതിർത്തു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്നാൽ ശക്തമായ മറുപടി ഇന്ത്യൻ സൈന്യം പാകിസ്ഥാന് നൽകിയെന്നും വിവരം ലഭിക്കുന്നു. സ്കൂൾ ക്ലാസ് മുറികളിലെ ബാക്ക് ബെഞ്ച് സങ്കല്പം ഒഴിവാക്കാൻ ആലോചനയുമായി വിദ്യാഭ്യാസ വകുപ്പ്. ക്ലാസുകൾ ഷേപ്പിലേക്ക് മാറ്റാൻ ആലോചിക്കുന്നുവെന്ന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി. പഴഞ്ചൻ രീതികൾ മാറ്റി പുതിയ മാതൃക കണ്ടെത്താൻ വിദഗ്ധ സമിതി നിയോഗിച്ചെന്നും മന്ത്രി അറിയിച്ചു. ഒരു ബെഞ്ചിന് പുറകിൽ അടുത്ത ബെഞ്ച് എന്ന നിലയിലുള്ള ക്ലാസുകളുടെ ക്രമീകരണം മാറ്റാനാണ് സർക്കാർ ആലോചന. പകരം മുന്നിൽ നിന്ന് എല്ലാ കുട്ടികളെയും തുല്യ പരിഗണന ലഭിക്കുന്ന രീതിയിൽ ഷേപ്പിൽ ക്ലാസുകൾ ഒരുക്കാനാണ് ആലോചിക്കുന്നത്. നിലവിലെ രീതി വിദ്യാർത്ഥികളുടെ ആത്മവിശ്വാസത്തെയും പഠനത്തെയും പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ. കുട്ടികൾക്ക് തുല്യ അവസരങ്ങൾ ഉറപ്പാക്കുക എന്നതാണ് ലക്ഷ്യമെന്ന് വിദ്യാഭ്യാസ മന്ത്രി. ഇപ്പോൾ ഉള്ള ബാക്ക് ബെഞ്ചേഴ്സ് ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു സീറ്റിംഗ് അറേഞ്ച്മെന്റ് എങ്ങനെ ഉണ്ടാക്കാൻ സംബന്ധിച്ചിടത്തോളം പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു റൗണ്ടിലായാൽ എന്താ, അങ്ങനെ ആയാൽ നമുക്ക് പിന്നെ ടീച്ചറിന് അങ്ങ് അറ്റം വരെ പോകുന്നതിന് വേണ്ടിയും എല്ലാ കുട്ടികൾക്കും അറ്റൻഷൻ കിട്ടുന്നതിന് വേണ്ടിയും കഴിയും. സംസ്ഥാനത്തെ വിദ്യാഭ്യാസ രീതിക്ക് അനുയോജ്യമായ ഏറ്റവും മികച്ച മാതൃക കണ്ടെത്താൻ വിദഗ്ധരുടെ ഒരു സമിതി നിയോഗിക്കും. ഈ സമിതിയുടെ നിർദ്ദേശം പരിഗണിച്ച് മുന്നോട്ടു പോകുമെന്നും വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചു. കൂടുതൽ വിദ്യാർത്ഥികളുള്ള ക്ലാസ് മുറികളിൽ ഷേപ്പ് രീതി നടപ്പാക്കാൻ കഴിയില്ല എന്നും അഭിപ്രായമുണ്ട്. 24 തിരുവനന്തപുരം. ഈ ബാക്ക് ബെഞ്ച് സമ്പ്രദായം പോക്കിയാലേ ഈ ബാക്ക് ബെഞ്ച് എന്താണെന്ന് പുതിയ തലമുറ അറിയാതെ പോകും. നമ്മളൊക്കെ ബാക്ക് ബെഞ്ചേഴ്സ് ആയിരുന്നു. ബാക്ക് ബെഞ്ച് എന്ന് പറഞ്ഞ ഒരു കലാപ്രസ്ഥാനമാണത്. അവിടെ എന്തും നടക്കും. അപ്പോൾ മന്ത്രിക്ക് എന്തോ തോന്നിയിട്ട് മാറ്റുകയാണെന്നാണ് തോന്നുന്നത്. മികച്ച ഭക്ഷണം നൽകേണ്ടത് ജയിലിലല്ല സ്കൂളിലാണെന്ന നടൻ കുഞ്ചാക്കോ ബോബന്റെ പ്രസംഗത്തിന് പിന്നാലെ നടനെ സ്കൂളിൽ ഉച്ചഭക്ഷണത്തിന് ക്ഷണിച്ച് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി. കുട്ടികൾക്കത് വലിയ സന്തോഷമാകും. സ്കൂൾ ഉച്ചഭക്ഷണത്തിൻ്റെ മെനുവും രുചിയും ഒക്കെ കുഞ്ചാക്കോ ബോബന് നേരിട്ട് അറിയുകയും ചെയ്യാം. മന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചത് അങ്ങനെയാണ്. കഴിഞ്ഞ ദിവസം തൃക്കാക്കര മണ്ഡലത്തിലെ സ്കൂൾ കുട്ടികൾക്കായി ഉമാ തോമസ് MLAയുടെ പ്രഭാത ഭക്ഷണ പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്നതിനിടെയായിരുന്നു നടൻ കുഞ്ചാക്കോ ബോബന്റെ പരാമർശം. ഇപ്പൊ ജയിലുകളിലാണ് കുറച്ചുകൂടി നല്ല ഭക്ഷണം കിട്ടുന്നതെന്ന് തോന്നുന്നു അല്ലേ? അപ്പൊ അതിനൊരു മാറ്റം വരണം. കുറ്റവാളികളെ വളർത്താനല്ല, കുറ്റമറ്റവർക്ക് ഏറ്റവും നല്ല സാഹചര്യങ്ങൾ ഒരുക്കാനായിട്ടാണ് ഏത് സർക്കാരും ശ്രമിക്കേണ്ടത്. അപ്പോൾ അതിന് ഈയൊരു ഭക്ഷ്യപദ്ധതി ഒരു വലിയൊരു ഉദാഹരണമാവട്ടെ, തുടക്കമാവട്ടെ, നല്ലൊരു തുടക്കമാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതിന് കൂടെ നിൽക്കുന്ന, മുന്നിലും പിന്നിലും ഒപ്പവും നിൽക്കുന്ന എല്ലാവർക്കും, വേദിയിലിരിക്കുന്നവർക്കും ഇവിടെ കൂടിയിരിക്കുന്നവർക്കും മനസ്സുകൊണ്ടെങ്കിലും ഈ ഒരു ചടങ്ങിനോടൊപ്പം നൽകുന്ന എല്ലാ സഹൃദയർക്കും നന്ദി പറയുന്നതിനോടൊപ്പം തന്നെ ഏറ്റവും നല്ല മാതൃകപരമായിട്ടുള്ള ഒരു പദ്ധതിയായിട്ട് ഇത് വരട്ടെ, വളരട്ടെ, വിജയിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. പിന്നാലെ എത്തി മന്ത്രി വി ശിവൻകുട്ടിയുടെ മറുപടി. ഒരു സർക്കാർ സ്കൂളിൽ ഉച്ചഭക്ഷണ സമയത്ത് സന്ദർശനം നടത്താൻ ചാക്കോച്ചനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഞാനും വരാം. കുട്ടികൾക്കും സന്തോഷമാകും. കുഞ്ഞുങ്ങൾക്കൊപ്പം ഭക്ഷണം കഴിക്കാം. സ്കൂൾ ഉച്ചഭക്ഷണത്തിന്റെ മെനുവും രുചിയും അറിയുകയും ചെയ്യാമെന്നും മന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ പൊതുവിദ്യാലയങ്ങളിലെ ഉച്ചഭക്ഷണ മെനു പരിഷ്കരിച്ചിരുന്നു. 24 തിരുവനന്തപുരം. നമ്മൾ കുഞ്ചാക്കോ ബോബനുമായിട്ട് ബന്ധപ്പെടാൻ ശ്രമിച്ചു. അദ്ദേഹത്തിൻ്റെ ഈ കാര്യത്തിലുള്ള അഭിപ്രായം മന്ത്രി പറഞ്ഞതുപോലെ കുട്ടികൾക്കൊപ്പം ഭക്ഷണം കഴിക്കാൻ പോകുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി വിളിച്ചു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ലൈൻ ബിസിയായി കാണുന്നു. പിന്നീട് ഒരു അവസരത്തിൽ നമുക്ക് കോൺടാക്ട് ചെയ്യാം. പാലോട് രവിയുടെ വിവാദ ഫോൺ സംഭാഷണത്തിൽ KPCC അന്വേഷണ സമിതി
റിപ്പോർട്ട് സമർപ്പിച്ചു. അച്ചടക്ക സമിതി അധ്യക്ഷൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ KPC പ്രസിഡന്റിന് റിപ്പോർട്ട് സമർപ്പിച്ചു. സതുദ്ദേശത്തോടെ നടത്തിയ സംഭാഷണമെന്ന സൂചന നൽകുന്നതാണ് തിരുവഞ്ചൂരിൻ്റെ റിപ്പോർട്ട്. സലീം മാലിക് തിരുവനന്തപുരത്ത് ടെലിഫോണിൽ ചേരുന്നു. സലീം, ശരിക്കും അദ്ദേഹത്തിൻ്റെ ഈ അഭിപ്രായം, അദ്ദേഹത്തിൻ്റെ ഈ ഫോൺ സംഭാഷണം മുഴുവൻ കേട്ട ഒരാളാണ് ഞാൻ. കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഈ പാലോട് രവി എന്തിനാണ് സസ്പെൻഡ് ചെയ്യുന്നത് എനിക്ക് മനസ്സിലായില്ല. അതുപോലെ ഈ റിപ്പോർട്ടിലും അങ്ങനെ തന്നെയാണ് തിരുവഞ്ചൂർ സൂചിപ്പിച്ചിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പറയൂ വിവരങ്ങൾ. പാലോട് രവിക്ക് ക്ലീൻ ചിറ്റ് നൽകുന്നതാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നടത്തിയ അന്വേഷണ റിപ്പോർട്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ആ റിപ്പോർട്ടിലെ പൂർണ്ണ വിശദാംശങ്ങൾ ലഭ്യമായിട്ടില്ല. പക്ഷേ വൈകാതെ തന്നെ ആ റിപ്പോർട്ടിന്റെ പൂർണ്ണ വിശദാംശങ്ങൾ കൂടി പുറത്തു വരും. എന്തെങ്കിലും പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരം സതുദ്ദേശത്തോടുകൂടി പാലോട് രവി നടത്തിയ ഫോൺ സംഭാഷണമാണ് അത് എന്നുള്ളതാണ്. പക്ഷേ അതിനും അപ്പുറത്തേക്ക് ആ സംഭാഷണം എങ്ങനെ ലീക്കായി എന്നുള്ളതിലാണ് ഈ അച്ചടക്ക സമിതിയുടെ ഒരു അന്വേഷണം പ്രധാനമായും കേന്ദ്രീകരിച്ചത്. അതിന്റെ ഭാഗമായി ഈ പ്രദേശത്തെ പുല്ലമ്പാറ ജലീലിനെ നേരിൽ കണ്ടിരുന്നു. ഈ പാലോട് രവിക്കൊപ്പം ഫോൺ സംസാരിച്ച പുല്ലമ്പാറ ജലീലുമായി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഒപ്പം തന്നെ അവിടെയുള്ള പ്രാദേശിക നേതൃത്വത്തെയും ബന്ധപ്പെട്ടിരുന്നു. അതിന് പിന്നാലെ തന്നെ ആ മേഖലയിൽ നിൽക്കുന്ന വിഭാഗീയതയാണ് ഇതിന് പിന്നിലെ പ്രധാനപ്പെട്ട കാരണം എന്നുള്ളൊരു വിലയിരുത്തലിലാണ് ഇപ്പോൾ ആ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. അതിന് പിന്നാലെ തന്നെ ഏതെങ്കിലും നിലയിൽ ഇനി KPCCക്ക് ആ റിപ്പോർട്ട് ഇപ്പോൾ സമർപ്പിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പ്രതീക്ഷിക്കുന്നത് മറ്റേതെങ്കിലും, നിലവിൽ പുല്ലമ്പാറ ജലീലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരുന്നു ഈ വിവാദത്തിന് പിന്നാലെ തന്നെ. അതുകൊണ്ട് അതിനപ്പുറത്തേക്ക് കൂടുതൽ നടപടികൾ ആ മേഖലയുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുമോ എന്നുള്ളതാണ്. കാരണം ജലീലിന്റെ ആരോപണം താൻ മറ്റൊരു സുഹൃത്തിന് ഒരു പരിപാടി സംഘടിപ്പിക്കുന്നതിന് വേണ്ടി വളരെ സതുദ്ദേശത്തോടു കൂടിയാണ് ആ സന്ദേശം അയച്ചു കൊടുത്തത്. അത് പുറത്തായതിന് പിന്നിൽ അവിടുത്തെ മണ്ഡലം പ്രസിഡന്റ് ഉൾപ്പെടെ ഉള്ളവർ ഉണ്ട് എന്നുള്ളതാണ് ജലീലിന്റെ ആരോപണം. ആ ആരോപണം അത് അങ്ങനെ തന്നെ ആ നിലയിൽ തന്നെ നിൽക്കുമോ എന്നുള്ളതാണ്. അതുകൊണ്ട് സ്വാഭാവികമായും മണ്ഡലം പ്രസിഡന്റിനെതിരെ ഉൾപ്പെടെ കൂടുതൽ പേർക്കെതിരെ അച്ചടക്ക നടപടി ഉണ്ടാകുമോ എന്നുള്ളതാണ് ഇനി കാത്തിരിക്കുന്നത്. ഒപ്പം തന്നെ പാലോട് രവിയോട് ഇനി എന്താകും KPCCയുടെ നിലപാട് എന്നുള്ള കാര്യത്തിലും ഒരു ആകാംക്ഷയുണ്ട്. കാരണം ഈ വിവാദം ഉണ്ടായതിന് തൊട്ടു പിന്നാലെ തന്നെ ആ ദിവസം വൈകുന്നേരം തന്നെ പാലോട് രവിയോട് പാർട്ടി നേതൃത്വം DCC അധ്യക്ഷ സ്ഥാനം രാജിവെക്കാൻ ആവശ്യപ്പെടുകയും അതിന് പിന്നാലെ തന്നെ അദ്ദേഹം അധ്യക്ഷ സ്ഥാനം രാജിവെക്കുകയും ചെയ്തിരുന്നു. അതിന് പിറ്റേ ദിവസം മുതൽ തന്നെ കാര്യങ്ങൾ ഈ പാലോട് രവിക്ക് അനുകൂലമായി തന്നെ മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പാർട്ടിക്കുള്ളിൽ തന്നെ അത്ര തിടുക്കപ്പെട്ടൊരു നടപടി വേണ്ടിയിരുന്നില്ല എന്നൊരു നിലപാടിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു. അതുകൊണ്ട് പ്രത്യേകിച്ചും KPCCയുടെ പുനഃസംഘടനാ സമയമായതിനാൽ തന്നെ ഇപ്പോൾ നേതാക്കളൊക്കെ ഡൽഹിയിലാണ്. ഇന്നും നാളെയും KPCC അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഡൽഹിയിലാണ്. അതുകൊണ്ട് ഈ പുനഃസംഘടനയിൽ അർഹമായ പരിഗണന പാലോട് രവിക്ക് ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ ഒരു രാഷ്ട്രീയ ആകാംക്ഷ നിലനിൽക്കുന്നു. SKM. ഓക്കെ, താങ്ക് യു. ഈ പാലോട് രവിയെ യഥാർത്ഥത്തിൽ ഈ പ്രാദേശിക നേതാക്കന്മാരെയൊക്കെ ഒന്ന് ഇളക്കാനും പ്രവർത്തകരെ കുറച്ചുകൂടെ ഒന്ന് ചൂടുപിടിപ്പിക്കാനും വേണ്ടി അദ്ദേഹം മനഃപൂർവ്വം പറഞ്ഞ വാക്കുകളാണ് തിരിച്ച് അദ്ദേഹത്തിന് ഒരു സസ്പെൻഷൻ്റെ പുലിവാല് നൽകിയത്. അപ്പോൾ നമുക്ക് ഒരു ചന്ദ്രൻ ചിറയിൽ ഒരു കമൻറ്റ് പറഞ്ഞിരിക്കുന്നു. മെസ്സി വരില്ല എന്നറിഞ്ഞപ്പോൾ SKN ഒരു കാൽപ്പനിക പുളകം എന്നാണ് ചന്ദ്രൻ ചിറയിൽ പറഞ്ഞിരിക്കുന്നത്. എൻ്റെ ചിറയിലെ യുവർ കമൻറ്റ് ഈസ് പ്രഗ്നന്റ് വിത്ത് മീനിങ്. യെസ്, ഐ സെഡ് ഇറ്റ്, പ്രഗ്നന്റ് വിത്ത് മീനിങ് ഇൻവെർട്ടർ കോമ. ഇടവേള. പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. പ്രൈം ടൈം തുടരുകയാണ്. നമ്മുടെ അർജു പറയുന്നു മെസ്സി കേരളത്തിൽ വരാത്തതിൽ SKൻ്റെ പങ്ക് അന്വേഷിക്കണം. വേണം, തീർച്ചയായിട്ടും വേണം. കാര്യം മെസ്സി ഞാനും 10ാം ക്ലാസ്സിൽ ഒന്നിച്ച് പഠിച്ചതാണ്. പരീക്ഷ എഴുതിയപ്പോൾ പുള്ളി കളിക്കാൻ പോയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞാൽ പുള്ളി കേൾക്കുമല്ലോ കേരളത്തിൽ വരണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മെസ്സി കേരളത്തിൽ വന്നിട്ടൊന്ന് കാണാനിരിക്കുകയായിരുന്നു ഞാൻ. കാരണം മെസ്സിയെ ഒന്ന് അടുത്ത് കാണാനൊരു അവസരം കിട്ടുക എന്ന് പറഞ്ഞാലേ ആ കാലത്ത് ജീവിച്ചിരുന്ന നമുക്ക് അതിക്കുള്ള ഭാഗ്യമുണ്ടോ. ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണത്തിലെ പ്രതിഷേധത്തിൻ്റെ പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിലും ഈ പ്രതിഷേധത്തിൽ പ്രക്ഷുബ്ധമായി എന്നാണ് വിവരം. ഇരു സഭകളും പ്രക്ഷുബ്ധമായി എന്ന വിവരം നമുക്ക് ലഭിക്കുന്നുണ്ട്. ഡൽഹിയിൽ നിന്ന് പ്രതിഷേധിച്ച അംഗങ്ങളെ മാർഷലുകൾ കയ്യേറ്റം ചെയ്ത സംഭവത്തിൽ രാജ്യസഭയിൽ ഭരണ പ്രതിപക്ഷങ്ങൾ ഏറ്റുമുട്ടി. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ കേരളത്തിൽ നിന്നുള്ള UDF MPമാർ പാർലമെന്റിന് പുറത്ത് ഇന്നും പ്രതിഷേധിച്ചു. പാർലമെന്റിന് പുറത്ത് ഇന്ത്യ മുന്നണി നേതാക്കൾ നടത്തിയ പ്രതിഷേധത്തിൽ സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ളവർ ഭാഗമായി. ലോക്സഭയിലും രാജ്യസഭയിലും പ്രതിപക്ഷം വിഷയമുയർത്തി. വെള്ളിയാഴ്ച നടുത്തളത്തിലിറങ്ങിയ അംഗങ്ങളെ മാർഷലുകൾ കയ്യേറ്റം ചെയ്ത സംഭവത്തിൽ രാജ്യസഭയിൽ ഭരണ പ്രതിപക്ഷങ്ങൾ ഏറ്റുമുട്ടി. തടസ്സപ്പെട്ട ഇരുസഭകളും ഉച്ചയ്ക്ക് ശേഷം വീണ്ടും ചേർന്നെങ്കിലും പ്രതിപക്ഷ ബഹളത്തിൽ ഇന്നത്തേക്ക് പിരിഞ്ഞു. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് NDA യോഗം ചേർന്നു. LK അദ്വാനിക്ക് ശേഷം ഏറ്റവും കൂടുതൽ കാലം ആഭ്യന്തരമന്ത്രിയായ അമിത്ഷായെ പ്രധാനമന്ത്രി യോഗത്തിൽ അഭിനന്ദിച്ചു.
അതേസമയം ഇന്ത്യയുടെ ഭൂമി ചൈന കയ്യേറ്റം ചെയ്തെന്ന രാഹുൽ ഗാന്ധിയുടെ പരാമർശത്തിനെതിരെയുള്ള സുപ്രീം കോടതി വിമർശനത്തിൽ പ്രിയങ്ക ഗാന്ധി പ്രതികരണവുമായി എത്തി. കോടതിക്ക് യഥാർത്ഥ ഇന്ത്യക്കാരനെ തീരുമാനിക്കാൻ കഴിയില്ലെന്ന് പ്രിയങ്ക. They do not decide what true Indian is. And it is the job of the opposition leader. It is his duty to ask questions to challenge the government. And my brother would never say anything against the army. He holds the army in the highest respect. So it is a misinterpretation. രാഹുൽ ഗാന്ധിയുടെ പക്വതയില്ലായ്മ പുറത്തുവന്നെന്നും അസത്യങ്ങൾ കോൺഗ്രസ് പാർട്ടി പ്രചരിപ്പിക്കുന്നുവെന്നും BJP വിമർശിച്ചു. 24 ഡൽഹി. മറ്റൊരു വാർത്തയിലേക്ക്. കോഴിക്കോട് NIT-യിൽ വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കേന്ദ്ര വിജിലൻസ് കമ്മീഷന്റെ ഇടപെടൽ. അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ NIT വിജിലൻസ് വിഭാഗത്തിന് കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ നിർദ്ദേശം നൽകി. 24 എക്സ്ക്ലൂസീവ് വാർത്ത. പൂനെ സ്വദേശിയായ 3ാം വർഷ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായിരുന്ന യോഗേശ്വർനാഥ് 2024 മെയ് 6-നാണ് ഹോസ്റ്റൽ കെട്ടിടത്തിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തത്. സഹപാഠികളായ 3 വിദ്യാർത്ഥികളിൽ നിന്നേറ്റ മാനസികവും ശാരീരികവുമായ പീഡനമാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്ന് കുടുംബം ആരോപിച്ചിരുന്നു. യോഗേശ്വർനാഥിന് അധ്യാപകർ മാനസിക പിന്തുണ നൽകിയില്ലെന്നും ആരോപണമുയർന്നു. കുറ്റക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് NIT-യിലും സിറ്റി പോലീസ് കമ്മീഷണർക്കും UGC ആന്റി റാഗിംഗ് സെല്ലിലും പരാതി നൽകിയെങ്കിലും നടപടിയുണ്ടായില്ല. ഇതോടെയാണ് യൂത്ത് കോൺഗ്രസ് വിഷയത്തിൽ ഇടപെട്ടത്. കേന്ദ്ര വിജിലൻസ് കമ്മീഷന് പരാതി നൽകുകയായിരുന്നു. NIT-യിലെ വിദ്യാർത്ഥികളുടെ ആത്മഹത്യകൾ, പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്കെതിരായ അതിക്രമങ്ങൾ എന്നിവ അന്വേഷിക്കണം എന്നായിരുന്നു ആവശ്യം. ഈ പരാതിയിലാണ് കേന്ദ്ര വിജിലൻസ് കമ്മീഷന്റെ നടപടി. NIT ക്യാമ്പസിൽ നടക്കുന്ന ആത്മഹത്യകൾ, അതേപോലെ ദളിത് കുട്ടികളുമായി ബന്ധപ്പെട്ടുള്ള പീഡനങ്ങൾ, അവിടെ നടക്കുന്നത് വലിയ രീതിയിലുള്ള പീഡനങ്ങളാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർ അത് പുറത്തു പറയാൻ മടിക്കുന്നതിന് കാരണം നമുക്കറിയാം, RSSന്റെ സംഘപരിവാറിൻ്റെ കേസുമായി ബന്ധപ്പെട്ടുള്ള കേസുകളുമായി ബന്ധപ്പെട്ട് കേന്ദ്ര അന്വേഷണ കമ്മീഷനുകൾ നടത്തുന്ന ഒരു സമീപനമുണ്ട്. ആ സമീപനത്തിൻ്റെ ഭാഗമായിട്ടാണ്, ആ ഭയത്തോടുകൂടാണ് അവർ പ്രതികരിക്കാത്തത്. പക്ഷേ ഞങ്ങൾ ഈ വിഷയത്തിൽ വളരെ ഗൗരവത്തിൽ കാണുകയും സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ കേസെടുക്കുകയൊക്കെ ചെയ്തത് വളരെ സ്വാഗതം ചെയ്യാൻ. എത്രയും വേഗം അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് കേന്ദ്ര വിജിലൻസ് കമ്മീഷന്റെ നിർദ്ദേശം. കമ്മീഷന്റെ ഇടപെടലിൽ നീതി ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് യോഗേശ്വറിന്റെ കുടുംബം. സമീർ C. മുഹമ്മദ്, 24 കോഴിക്കോട്. ഇനി നമുക്കൊരു ഇടവേളയെടുക്കണം. ബ്രേക്കിന് ശേഷം വാർത്താ പകൽ. കോൺഗ്രസ് പുനഃസംഘടനാ ചർച്ചകൾക്കായി നേതാക്കൾ ഡൽഹിയിലെത്തി. ദേശീയ നേതൃത്വവുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് മുൻപായി ഡൽഹി കേരള ഹൌസിൽ തിരക്കിട്ട ചർച്ചകൾ. BJP നേതാവും നടനുമായ G. കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിൽ നിന്ന് പണം തട്ടിയതിൽ കുറ്റം സമ്മതിച്ച് മുൻ ജീവനക്കാർ. അറസ്റ്റിലായ ജീവനക്കാരുമായി ക്രൈംബ്രാഞ്ച് തട്ടിപ്പ് രീതി പുനരാവിഷ്കരിച്ചു. ആലപ്പുഴയിൽ ശരീരത്ത് ചെളിവെള്ളം തെറിപ്പിച്ചത് ചോദ്യം ചെയ്ത വിദ്യാർത്ഥിയെ KSRTC സ്വിഫ്റ്റ് ബസ് ഇടിപ്പിക്കാൻ ശ്രമിച്ചെന്ന ആരോപണം. അരൂർ സ്വദേശി യദുകൃഷ്ണൻ പരാതി നൽകി. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വൻ ലഹരിവേട്ട. കോടികൾ വില വരുന്ന 12 കിലോ ഹൈബ്രിഡ് കഞ്ചാവുമായി 2 പേർ പിടിയിൽ. കോതമംഗലത്ത് ആൺസുഹൃത്തിന് വിഷം കൊടുത്ത് കൊലപ്പെടുത്തിയ കേസിൽ അറസ്റ്റിലായ യുവതിയെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. വീട്ടിലെ CCTV DVR യുവതി നശിപ്പിച്ചെന്ന് പോലീസ് നിഗമനം. ഇടുക്കി മറയൂരിലും തൃശൂർ ചേലക്കരയിലും ജനവാസ മേഖലയിൽ കാട്ടാനകൾ ഇറങ്ങി. പ്രദേശത്ത് വ്യാപകമായി കൃഷി നശിപ്പിച്ചു. ഇപ്പോൾ വരുന്നൊരു വാർത്തയാണ്. യുവതിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കോഴിക്കോട് ബാലുശ്ശേരി പുനൂരിൽ യുവതിയെ ഭർത്തൃവീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. പുനൂർ കരിങ്കാളിമ്മൽ ശ്രീജിത്തിന്റെ ഭാര്യ ജിസ്നയാണ് മരിച്ചത്. 24 വയസ്സ് പ്രായമുണ്ടായിരുന്ന ജിസ്നയ്ക്ക്. കണ്ണൂർ കേളകം സ്വദേശിനിയാണ് മരിച്ച യുവതി. നമ്മുടെ നാട്ടിലിപ്പം ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല എന്ന് നമ്മൾ വീണ്ടും വീണ്ടും പറയുന്നു. പിന്നെ അതിൻ്റെ നമ്പർ കൂടി വരുന്നു. ലിയോണൽ മെസ്സി കേരളത്തിലേക്ക് വരില്ല എന്ന് ഉറപ്പായതോടെ കായിക മന്ത്രിയെ കടന്നാക്രമിക്കുന്നു പ്രതിപക്ഷം. മെസ്സി ചതിച്ചാച്ചാനെ എന്ത് ചെയ്യാൻ കഴിയുമെന്ന് VD സതീശൻ പരിഹസിച്ചു. കായിക പ്രേമികളെ വഞ്ചിച്ചതിന് സർക്കാർ മാപ്പ് പറയണമെന്ന് PMA സലാം 24-നോട്. അർജന്റീന ടീമും ലിയോണൽ മെസ്സിയും കേരളത്തിലെത്തുമെന്ന സർക്കാർ വാഗ്ദാനത്തിൽ ആവേശത്തിലായിരുന്നു കായിക പ്രേമികൾ. എന്നാൽ വരില്ലെന്ന് കായിക മന്ത്രി V. അബ്ദുറഹിമാൻ തന്നെ പറഞ്ഞതോടെ ഫുട്ബോൾ ആരാധകർ നിരാശയിലും പ്രതിഷേധത്തിലുമാണ്. വിഷയത്തെ രാഷ്ട്രീയമായി നേരിടുകയാണ് പ്രതിപക്ഷം. മെസ്സി ചതിച്ചാശാനെ എന്ത് ചെയ്യാൻ കഴിയുമെന്നായിരുന്നു VD സതീശന്റെ പരിഹാസം. ഞങ്ങളാരും ഇതിന്റെ തർക്കത്തിന് പോയില്ലല്ലോ. ഇത് നോക്കിയിരിക്കുക. മെസ്സി ചതിച്ചാശാനെ എന്ത് ചെയ്യാൻ പറ്റും? എന്ത് ചെയ്യാൻ പറ്റും? മെസ്സി ചതിച്ചു, വന്നില്ല. ഉദ്ഘാടനത്തിന് വരാന്ന് പറഞ്ഞിട്ട് മറ്റേ വന്നില്ലല്ലോ. അതുപോലെ മോഹൻലാൽ വന്നില്ലല്ലോ. ഉദ്ഘാടനത്തിന് വരാന്ന് പറഞ്ഞിട്ട് മോഹൻലാൽ വന്നില്ലല്ലോ. കേരളത്തിലെ കായിക പ്രേമികളെ V. അബ്ദുറഹ്മാൻ വഞ്ചിച്ചെന്ന മുസ്ലിം ലീഗ് തെറ്റിദ്ധരിപ്പിച്ചതിന് സർക്കാർ മാപ്പ് പറയണമെന്ന്
ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം 24-നോട് പറഞ്ഞു. മെസ്സി വരുമെന്ന് പറഞ്ഞ് കേരളത്തിലെ ആയിരക്കണക്കിന് വരുന്ന കായിക പ്രേമികളോട് ചെയ്യുന്ന വലിയ വഞ്ചനയാണിത്. വാഗ്ദാനം പാലിക്കാൻ ഗവൺമെന്റ് തയ്യാറാകണം. ഇല്ലെങ്കിൽ ജനങ്ങളോട് മാപ്പ് പറയണം. കായിക പ്രേമികൾ സമൂഹ മാധ്യമങ്ങളിലും സർക്കാരിനെയും കായിക മന്ത്രിയെയും വലിയ രീതിയിൽ വിമർശിക്കുന്നുണ്ട്. 24 തിരൂർ. ഇതോടെ പ്രൈം ടൈം അവസാനിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ഒരു നല്ല രാത്രി ഞാൻ നേരുന്നു. ഗുഡ് നൈറ്റ്.